എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക്കായ ബക്കറ്റ് കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു ഗ്ലാസ് ബക്കറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഫ്ലേവർ ചോക്ലേറ്റ് ആൻഡ് വനിലയാണ്. പിന്നെ കുറച്ച് എഡിബിളായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മുത്തുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിതിൽ വനില ക്രീം കുറച്ച് കനത്തിലടിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചരിഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സ്പോഞ്ച് നേരെ സ്ട്രെയിറ്റ് അല്ല, ചരിഞ്ഞ രീതിയിൽ. ഇതാ കണ്ടോ, ഒരു സൈഡിൽ അല്പം ക്രീം കൂടുതൽ ചേർത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇതാ ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്കിനി ഇതിൻ്റെ മുകളിൽ നെക്സ്റ്റ് വനില ക്രീം കൊടുക്കാം, ഒരു ലെയർ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സെൻറ്ററിൽ അധികം ക്രീം ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഇതല്ലെങ്കിൽ കഴിക്കാൻ നേരത്ത് ക്രീം മാത്രമായി. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ആ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ അപ്ഡേറ്റും റെഗുലറായിട്ട് കിട്ടും. ചാനലിലൊന്ന് പോയി നോക്കണേ. ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഇതാ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പഞ്ച് വെക്കുകയാണ്. അതും അതുപോലെ തന്നെ ഒന്ന് സ്ലാൻഡിങ്, ഒന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു റൗണ്ടിൽ ക്രീം കൊടുത്തു. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റാർസ് ഒക്കെ നന്നായിട്ട് വെക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ചോക്ലേറ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്പഞ്ച് നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ടും നമുക്കൊരു ബാലൻസ്ഡ് ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ മെൽറ്റഡ് ചോക്ലേറ്റ് ഇതിൽ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല യമ്മി ഫ്ലേവർ ആയിരിക്കും. ഈ ബക്കറ്റ് കേക്കിൻ്റെ ഒരു കൺവീനിയൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ വളരെ ഈസിയാണ്. നിങ്ങളിപ്പോൾ ഇതിൽ തന്നെ ഗ്ലാസ്സിൽ തന്നെ ചെയ്യണമെന്നില്ല. ഗ്ലാസ്സിൽ ചെയ്താൽ നല്ല എലഗൻറ്റ് ലുക്ക് ഉണ്ടാവും. നമുക്ക് ഉള്ളിലുള്ള ലെയേഴ്സ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് തിരക്കലാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി, മുകളിൽ മാത്രം ഗാർണിഷ് ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ആ സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലെയേഴ്സ് ഇങ്ങനെ തന്നെ ചെയ്താൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ബക്കറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിലത്തെ ഗാർണിഷ് മാത്രം നന്നായിട്ട് ചെയ്താൽ മതി, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുക്കുമ്പോൾ ഒരേപോലെ തണുക്കും. നമ്മളിപ്പോൾ കേക്ക് ബോക്സിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്ന പോലെയല്ല, ഇത് തണുക്കുമ്പോൾ എല്ലായിടത്തും ഈക്വലായിട്ട് തണുക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ അധികം ലാവിഷാക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് നിർത്തുവാണ്. ഇതാ ഒരു 3-4 ഡോട്ട്സ് കൊടുത്തതിന് ശേഷം അതിൽ ഓരോ സിൽവർ പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ചോക്ലേറ്റിൻ്റെ സിൽവർ പേൾസ്. പിന്നെ കുറച്ച് സ്പ്രിങ്കിളും ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമ്മളത് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ കേക്കിൻ്റെ എല്ലാ ലെയേഴ്സും ഒരേപോലെ തന്നെ തണുക്കും. അല്ലെങ്കിൽ നിങ്ങൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ ലെയേഴ്സും ഒരുപോലെ ആയിരിക്കും. ആ ക്രീമിൻ്റെയൊക്കെ സ്പ്രെഡ് ആവുന്നത് കറക്റ്റായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് കൂടുതൽ വരും, ഒരു സ്ഥലത്ത് കുറവ് വരും, അല്ലെങ്കിൽ ഒരല്പം ഹാർഡായി പോകും, സ്പോഞ്ച് തുറന്നിരുന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ കേക്ക് വളരെ ഈസിയാണ്, മാത്രമല്ല വളരെ ഡെലീഷ്യസുമാണ്. അടുത്ത ഗുണം എന്ന് പറയുന്നത്, നിങ്ങളിതിപ്പോൾ ചെയ്യുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ബക്കറ്റിലല്ലെങ്കിൽ ഇതിലധികം എഫേർട്ട് വേണ്ട. ഒരു മിനിമം സ്കിൽ ലെവൽ മതി ചെയ്യുമ്പോൾ. ഒരു കുറച്ച് ഫ്ലവേഴ്സിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗിഫ്റ്റിൻ്റെ കൂടെയൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ബക്കറ്റ് വാങ്ങിക്കാം. അതിൻ്റെ സ്പഞ്ച് കറക്റ്റായിട്ട് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല, സീത്രൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബക്കറ്റ് കേക്ക് റെഡി. ആരും പോകരുത്, നമ്മുടെ ടേസ്റ്റിംഗ് സെഷനാണ് അടുത്തത്. ടേസ്റ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കുഞ്ഞി ടേസ്റ്ററെ വിളിക്കാം. ഇഷ്ടമായോ? സൂപ്പറാണോ? ആണെങ്കിൽ സൂപ്പറാണെന്ന് പറഞ്ഞേ. ഓക്കേ.